ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങളെ ജോയിനിങ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ലീനിയർ പെയർ എന്ന് പറയുന്ന സെക്ഷൻ കേട്ടോ. അപ്പൊ ലീനിയർ പെയർ എന്താണെന്ന് എന്റെ മക്കൾക്ക് ചെറുപ്പത്തിലേ അറിയുണ്ടാകും. ലീനിയർ പെയർ നമ്മൾ പഠിച്ചതുമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം സാധാരണ ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്യാനൊക്കെ എന്താക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാവുന്ന ആംഗിളിലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാവുന്ന ടോട്ടൽ ആംഗിളിന് നമ്മൾ 180 ഡിഗ്രി ആണ് എന്നും നമ്മൾ പഠിച്ചു. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിന് ഞാൻ എന്ത് ചെയ്തു, മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഇന്റർസെക്ട് ചെയ്യാണ്, മുറിച്ചു ഞാൻ അല്ലെ. വേറൊരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് മുറിച്ചു. അപ്പൊ അത് രണ്ട് ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ. ആ ഒരു പെയർ ഓഫ് ആംഗിൾ ആണ് ലീനിയർ പെയർ എന്ന പേരിൽ അറിയുന്നത്. അപ്പൊ ഈ രണ്ട് ആംഗിൾ ആണ് ലീനിയർ പെയർ. ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ അതിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രം ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇങ്ങനെ ആവാം, ഇങ്ങനെ ചരിഞ്ഞിട്ടാവാം. പക്ഷെ ചരിഞ്ഞ് നിന്നാലും അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, എന്നാലും അത് 180 ഡിഗ്രിയിലേക്ക് വരും. അപ്പൊ നമുക്കുള്ള കുറച്ച് ലീനിയർ പെയർസിനെ നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ബോർഡിൽ ഉണ്ടാവും. പിന്നെ മക്കൾ വേഗം ഒന്ന് എന്റെ കൂടെ ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ആംഗിൾ ലീനിയർ പെയറിലുള്ള ഒരു ആംഗിൾ 100 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെയുള്ള ആംഗിൾ എത്രയാണ് എന്നാണ് എന്റെ ചോദ്യം. എന്ത് ചെയ്താൽ മതി, യെസ് 180 നിന്ന് 100 മൈനസ് ചെയ്തു. അപ്പൊ എത്ര കിട്ടിയിട്ടാ, 80 ഡിഗ്രി 80 ഡിഗ്രി എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. 180 നിന്ന് ഒരു ആംഗിൾ മൈനസ് ചെയ്താൽ മതി. രണ്ടാമത്തെ ലീനിയർ പെയർ നോക്കിക്കേ നിങ്ങൾ, കണ്ടോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈന് നേരെ കുത്തനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നത്, മുറിക്കുന്നത്. അപ്പൊ ഉണ്ടാവുന്ന ഒരു ആംഗിൾ ആണ് 40 ഡിഗ്രി. അപ്പൊ മറ്റേ ആംഗിൾ അല്ലെ, തൊട്ടടുത്തുള്ള ഈ ഒരു പെയർ ഓഫ് ആംഗിൾ എത്രയായിരിക്കും വരിക, യെസ് അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, 180 നിന്ന് 40 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടി, 140 ഡിഗ്രി അല്ലെങ്കിൽ 140 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും. വേറൊരു ചോദ്യോടെ ഞാൻ തരാം. നെക്സ്റ്റ് ചോദ്യം എന്താണ്, ഇത് നോക്കിക്കേ, ചരിഞ്ഞിട്ടാണ് ഇവിടെ എന്തുള്ളത്, സ്ട്രെയിറ്റ് ലൈൻ ഉള്ളത് അല്ലെ. ഈ ഒരു സ്ലോപ്പ് ഓഫ് ലൈൻ ആയിട്ടാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തത്. അപ്പൊ ഈ ഒരു ടോട്ടൽ ആംഗിൾ എത്ര വരും, 180 ഡിഗ്രി. അതിലൊരു കുഞ്ഞു ആംഗിൾ തന്നിട്ടുണ്ട്, എത്രയാ, യെസ് 50 ഡിഗ്രി. അപ്പൊ നേരെ ഇപ്പുറത്ത് പെയർ ആയിട്ടുള്ള ഈ ഒരു ലീനിയർ പെയർ എത്ര വരും, 180 നിന്ന് നിങ്ങൾ 50 ഡിഗ്രി മൈനസ് ചെയ്യേണ്ടി വരും. 50 മൈനസ് ചെയ്യണം അല്ലെ. ഒന്ന് മൈനസ് ചെയ്ത് നോക്കി, ഈ ആംഗിൾ കാണുന്നില്ലേ അല്ലെ, 50 എന്നൊക്കെ പറയുന്ന ആംഗിൾ കാണുന്നില്ലേ. മൈനസ് ചെയ്താൽ എത്ര വരൂടാ, 130 ഡിഗ്രി 130 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവണം. കിട്ടിട്ടില്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ലീനിയർ പെയറിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ആംഗിൾ നമ്മൾ ഇതേപോലെ 2 എണ്ണം അല്ല 3 എണ്ണം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇപ്പൊ ഒരു ലൈന് മാത്രമാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ 3 ലൈൻസ് ആക്കാം, 4 ലൈൻസ് ആക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ ആംഗിളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മെഷർമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതിയിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മക്കൾക്ക് എക്സാമിന് വേണ്ടി വേഗം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഈ ലാസ്റ്റ് ചോദ്യം, നമ്മൾ ഒരു ആംഗിൾ എത്ര തന്നു, 80 തന്നു. അപ്പൊ ലീനിയർ പെയറിന്റെ അടുത്ത ആംഗിൾ എത്രയാണെന്നുള്ളതൊന്ന് വന്നിട്ട് കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.